ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. പറയുന്നത് പോലെ അത് സംഭവിക്കുകയാണെങ്കിൽ പെൻഷൻ വാങ്ങുന്നവർ ഇനി എന്തു ചെയ്യും? എല്ലാ പെൻഷൻകാരും കൂടി ബാങ്കിലേക്ക് പോകേണ്ടി വരുമോ? കിടപ്പിലായ രോഗികൾ എന്തു ചെയ്യും? ഏകദേശം 23 ലക്ഷത്തോളം പേർ സഹകരണ ബാങ്കുകൾ വഴി അവരുടെ വീട്ടുമുറ്റത്ത് പെൻഷൻ എത്തിയിരുന്നു എന്നാണ് കണക്ക്. വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ സമ്പ്രദായത്തിലാണ് ഇപ്പോൾ വലിയ മാറ്റം വരുന്നത്. പെൻഷൻ വീട്ടിലെത്തിക്കുന്ന സൗകര്യം പൂർണ്ണമായും നിർത്തുമോ? പുതിയ മാറ്റങ്ങൾ എന്താണ്? ഇനി എങ്ങനെയാണ് പെൻഷൻ ലഭിക്കുക? ആർക്കൊക്കെ പഴയ രീതി തന്നെ തുടരാൻ കഴിയും? പരിശോധിക്കാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ്. സാധാരണ ഗുണഭോക്താക്കൾക്ക് പ്രാഥമിക സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വീട്ടിലെത്തിക്കുന്ന പെൻഷൻ വിതരണം അവസാനിപ്പിക്കാനാണ് തീരുമാനം. ഇനി സാധാരണ ഗുണഭോക്താക്കളുടെ പെൻഷൻ തുക ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട്, അതായത് DBT അഥവാ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത്. അതായത് ഇതുവരെ സഹകരണ ബാങ്കിലെ ജീവനക്കാരോ കളക്ഷൻ ഏജന്റുമാരോ വീട്ടിലെത്തി പെൻഷൻ നൽകിയെങ്കിൽ ഇനി ബാങ്ക് അക്കൗണ്ട് വഴിയാണ് തുക കൈപ്പറ്റേണ്ടത്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ പെൻഷൻകാരെയും വീട്ടിലെത്തി പെൻഷൻ നൽകുന്ന സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്കും ഒഴിവാക്കാൻ കഴിയാത്ത ചില ഗുണഭോക്താക്കൾക്കും നേരിട്ട് വീട്ടിലെത്തി പെൻഷൻ നൽകുന്ന സൗകര്യം തുടരുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ആരെയാണ് ഈ മാറ്റം ബാധിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ പെൻഷൻ ലഭിച്ചിരുന്ന സാധാരണ ഗുണഭോക്താക്കളെയാണ് പ്രധാനമായും ഇത് ബാധിക്കുക. അതായത് റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 23 ലക്ഷം പേർ. ഇത് ചെറിയൊരു മാറ്റമല്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്ന രീതിയിൽ മാറ്റം വരുമ്പോൾ ചില ചോദ്യങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിയുക. എന്തിനാണ് സർക്കാർ ഇത്തരമൊരു മാറ്റം കൊണ്ടുവരുന്നത്? ഉത്തരവിൽ സർക്കാർ ഇതിന് പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വിതരണം ചെയ്യാതെ ബാക്കി വരുന്ന തുക തിരിച്ചടയ്ക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ പെൻഷൻ വിതരണത്തിന്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാരണം പെൻഷൻ വിതരണത്തിന്റെ ചെലവ് കുറയ്ക്കുക എന്നതാണ്. സഹകരണ സംഘങ്ങൾക്ക് നൽകേണ്ടി വരുന്ന ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള ചെലവുകളും സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് DBT? ഇവിടെയാണ് DBT അഥവാ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ പ്രാധാന്യം. സർക്കാർ നൽകുന്ന പെൻഷൻ തുക ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്ന സംവിധാനമാണ് DBT. ഇതിലൂടെ പണം ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയത് എന്നത് കൂടുതൽ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും. ഒരു വ്യക്തിക്ക് ഒന്നിലധികം തവണ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം തടയാനും ഈ സംവിധാനം സഹായിക്കുമെന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ DBT മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്നത് പോലെയായിരിക്കും ഇനി ക്ഷേമ പെൻഷനും എത്തുക. മറ്റൊരാൾക്കും അതിലൊന്ന് തൊടാൻ പോലും കഴിയില്ല എന്ന് സാരം. ഇനിയാണ് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമതായി, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് ഉറപ്പാക്കുക. രണ്ടാമതായി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിൽ തെറ്റുകളുണ്ടോ എന്ന് പരിശോധിക്കുക. പേര്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായി, ആധാർ ലിങ്കിങ് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാത്തതോ ഇന്നാക്റ്റീവ് ആയതോ ആണെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങൾ നേരത്തെ തന്നെ ശരിയാക്കുന്നത് നല്ലതാണ്. പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ATM വഴി തുക പിൻവലിക്കാനും കഴിയും. കിടപ്പിലായ രോഗികൾ എന്ത് ചെയ്യും? പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്കും ഒഴിവാക്കാൻ കഴിയാത്ത ചില ഗുണഭോക്താക്കൾക്കും വീട്ടിലെത്തി പെൻഷൻ നൽകുന്ന സൗകര്യം തുടരുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് ഇനി ഒരാൾക്കും പെൻഷൻ വീട്ടിലെത്തില്ല എന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ല. പ്രത്യേക സാഹചര്യത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് നേരിട്ട് വിതരണം തുടരാൻ തന്നെയാണ് തീരുമാനം. സഹകരണ ബാങ്കിലൂടെ കളക്ഷൻ ഏജന്റ് ഗുണഭോക്താവിലേക്ക് എത്തിച്ചിരുന്ന പെൻഷൻ സർക്കാർ DBT വഴി ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ പെൻഷൻ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്നത് പ്രധാനമാകും. ഇതുവരെ പെൻഷൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ, അക്കൗണ്ട് ഇന്നാക്റ്റീവ് ആയവർ, ആധാർ ലിങ്കിങ്ങിൽ പ്രശ്നമുള്ളവർ എന്നിവർ കാര്യങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അതേസമയം കിടപ്പിലായ രോഗികൾക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഗുണഭോക്താക്കൾക്കും വീട്ടിലെത്തി പെൻഷൻ നൽകുന്ന സൗകര്യം തുടരുമെന്ന കാര്യവും ഓർക്കുക. ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു പെൻഷൻ ഗുണഭോക്താവിന് പോലും ബാധകമായേക്കാം. അതുകൊണ്ട് ഈ വിവരം അവരിലേക്കും എത്തിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.